ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? ക്യാപിറ്റലും റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ക്യാപിറ്റൽ, എന്താണ് റവന്യൂ എന്നുള്ളത്? സോ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. Okay, what is capital, what is revenue? Before that, what is expenditure? എന്താണ് expenditure എന്ന് നോക്കാം. Payments are made for a purpose other than the settlement of an existing liability is known as expenditure. മനസ്സിലായോ? It is the benefits to the business. ഒന്നുകൂടി പറയാം സാറേ. Payments are made for a purpose other than the settlement of an existing liability. നമുക്ക് ഒരു 10,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അത് നമ്മൾ കൊടുത്തു, അത് എക്സ്പെൻഡിച്ചർ അല്ല. 10,000 രൂപ കൊടുക്കാനുള്ളത് കൊടുത്തു, അതൊരു എക്സ്പെൻഡിച്ചർ അല്ല. എന്നാൽ നമ്മൾ 10,000 രൂപ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ട് വിറ്റു, അപ്പോൾ നമുക്ക് 12,000 രൂപ കിട്ടി. അപ്പോൾ 12,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? 10,000 രൂപ മുടക്കി ഇല്ലേ? ആ മുടക്കിയ പൈസ നിങ്ങളുടെ ബിസിനസ്സിന് എന്തുണ്ടാക്കി തന്നു? ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നു എങ്കിൽ ആ പൈസയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ദ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ഫോർ എ പർപ്പസ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പൈസ ചിലവാക്കി, അതർ ദാൻ സെറ്റിൽമെന്റ് ഓഫ് ലയബിലിറ്റി. നിങ്ങളുടെ കടം ബാധ്യത വീട്ടാൻ വേണ്ടി അല്ലാതെ വേറെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പൈസ മുടക്കിയിട്ടുള്ളത്, അത് ബിസിനസ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചെലവുകളെ, എക്സ്പെൻസുകളെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇസ് എ വൈഡർ ടേം, വലിയ ടേം ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ ദർ ആർ 2 types of expenditure. One is revenue expenditure and the second one is capital expenditure. Okay, അപ്പോൾ 2 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആണുള്ളത്. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, 2 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റ് കറണ്ട് ഇയർ, അതായത് ഈ വർഷം ചെലവാക്കി ഈ വർഷം തന്നെ നമുക്ക് എന്താണ് വരുമാനം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾക്ക് ശമ്പളം കൊടുക്കുകയാണ്. എന്തിനാണ്? ഈ മാസം അയാൾ വർക്ക് ചെയ്തു, ഈ മാസത്തെ ശമ്പളം കൊടുത്തു, അപ്പോൾ ഈ മാസമാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇയറിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഈ ഇയറിൽ ബെനിഫിറ്റ് കിട്ടി, നല്ല ലാഭം ഉണ്ടായി എന്ന് വെച്ചാൽ അടുത്ത വർഷം അയാൾ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസ്, കറണ്ട് ഇയറിലേക്ക് വരുന്ന എക്സ്പെൻസുകൾ മനസ്സിലായി, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഈ വർഷം തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ഗണത്തിൽ നമ്മൾ പെടുത്തുക. ഓക്കെ, സോ ദ പോയിന്റ് ഈസ് ബെനിഫിറ്റ്സ് ടു ദി കറണ്ട് ഇയർ. ക്ലിയർ? ഈ വർഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബെനിഫിറ്റ് കിട്ടേണ്ടതെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാലറീസും റെന്റും പറയാം. എക്സാമ്പിൾ സാലറീസ്, ശമ്പളം, പിന്നെ നമ്മൾ എന്താണ് വാടക. ഇപ്പം നിങ്ങൾ ആ റൂമിന് വാടക കൊടുക്കുന്നു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വാടക കൊടുക്കണ്ട. അപ്പോൾ ഈ വാടക കൊടുക്കുന്ന എന്തിനാണ്? ഈ വർഷം ബിസിനസ് ചെയ്ത് ഈ വർഷം ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർഷം കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടി ഈ വർഷം നടക്കുന്ന റെന്റ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ്? മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ്. മോർ ദാൻ 1 accounting period. More than 1 accounting period. ഇപ്പോൾ നിങ്ങൾ ഒരു 1,00,000 രൂപ കൊടുത്തിട്ട് ഒരു മെഷീനറി വാങ്ങിച്ചു. സപ്പോസ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിച്ചു. 1,00,000 രൂപയുടെ പ്രിന്റ് ഔട്ട് നമുക്ക് ഇപ്പം തന്നെ കിട്ടില്ല, ഒരു മാസം കൊണ്ടൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഈ വർഷം കിട്ടില്ല, 2 വർഷം 3 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ മുടക്കിയ പൈസ തന്നെ തിരിച്ചു കിട്ടുക, പിന്നീടായിരിക്കും ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ മുടക്കുന്ന പൈസക്കുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് കറണ്ട് ഇയറിലായിരിക്കണമെന്നില്ല, മോർ ദാൻ 1 ഇയർ ആയിരിക്കും. അത്തരം എക്സ്പെൻസുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന ഗണത്തിൽ പെടുത്തുക. അപ്പോൾ മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ? കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഡിഫറൻസ് ഒരെണ്ണമാണ് നമ്മൾ പറഞ്ഞത്, എന്താണെന്നാണ് അത് പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ
ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നതോടുകൂടി എന്താ സംഭവിക്കുക? നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി കൂടുകയാണ്. ഇപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് രണ്ടുപേരെ ജോലിക്ക് വെച്ചു, അവർ രണ്ടുപേരും നന്നായിട്ട് വർക്ക് ചെയ്തു, നമ്മുടെ എന്താണ് കപ്പാസിറ്റി കൂടുകയാണ് അല്ലേ? സോ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ഏർണിംഗ് കപ്പാസിറ്റി. ഒരു ബിസിനസ്സിന് എന്താണ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. മെയിൻറ്റെയിൻ ഏണിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കപ്പാസിറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പോൾ രണ്ടുപേര് ജോലിക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അത് നടത്താനുള്ള ആൾക്കാരില്ല. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാം, കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ആളുകളെ ജോലിക്ക് എടുത്ത് സാലറി കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിംഗ് കപ്പാസിറ്റി. സാർ എന്താണ് തമ്മിൽ വ്യത്യാസം? ഏണിംഗ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ് നിങ്ങളുടെ കടയിലുള്ളത്, നിങ്ങൾക്ക് 3000 ഫോട്ടോ കോപ്പി അതിനകത്ത് എടുക്കാം, പക്ഷേ നിങ്ങൾക്ക് 6000 ഫോട്ടോ കോപ്പിയുടെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരെണ്ണം കൂടി വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൂടി? ഏർണിംഗ് കപ്പാസിറ്റി കൂടി. നിങ്ങളിപ്പോൾ വേറെ ആളെ അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അസറ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും? വാങ്ങിക്കേണ്ടതായിട്ട് വരും. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് ഡേ ടു ഡേ കണ്ടക്ട് ആണ്. ഡെയിലി, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഡെയിലി, ഇപ്പോൾ പൈസ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് ഇട്ടു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പുറത്തേക്ക് ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് നടത്തി, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു, എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻ്റ് ആയപ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യേണ്ടത് എന്തിനാണ്? നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡേ ടു ഡേ കണ്ടക്റ്റ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതെങ്കിൽ ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ ടു ബൈ ഫിക്സഡ് അസറ്റ്. എല്ലാ ദിവസവും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിക്കുമോ? ഇല്ല, ഒരിക്കലേ വാങ്ങിക്കുള്ളൂ. സോ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? ശരിയായിട്ടും നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ നമ്മൾ മുടക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഈ പൈസ ഒന്നും മുടക്കുന്നില്ല. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദിസ് ഈസ് റിക്കറിംഗ് നേച്ചർ. എന്താണ് സാർ റിക്കറിംഗ് മീൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ഇന്നലെ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചു, അടുത്ത മാസം അടയ്ക്കണം, അതിൻ്റെ പിന്നത്തെ എല്ലാ മാസവും നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ റിക്കറിങ് അല്ല. എല്ലാ മാസവും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ കടയിൽ 12 മെഷീൻ ഉണ്ടാവും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? റിക്കറിങ് അല്ല. സോ ദിസ് ഈസ് നോട്ട് റിപ്പീറ്റഡ് നോർമലി. റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നില്ല, നോട്ട് റിപ്പീറ്റഡ് നോർമലി. സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്യാറില്ല. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സാധാരണയായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാറില്ല. ദിസ് ഈസ് നോട്ട് റിപ്പീറ്റഡ്, നോൺ റിക്കറിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് എവിടെയാണ് നമ്മൾ കാണിക്കുന്നത്? ഇത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ കാണിക്കുക, എക്സ്ക്ലൂഡിങ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ്. ഇതിനകത്ത് എന്തുണ്ടാവില്ല? ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് ഉണ്ടാവില്ല. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ്? നമ്മൾ ശമ്പളം കൊടുത്തിട്ടില്ല, അതിനകത്ത് ഉണ്ടാവില്ല. ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് അത് നമ്മൾ കാണിക്കില്ല. അത് നമ്മൾ എവിടെ കാണിക്കുക? അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആണ് കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ എക്സ്ക്ലൂഡിങ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് ഇത് എവിടെയാണ് വരിക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെന്റ് തന്നിരുന്നു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഫൈനൽ അക്കൗണ്ട് എടുക്കുമ്പോൾ പഠിക്കാം. അടുത്ത ഡിഫറൻസ് ഇവിടെ വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഇത് എവിടെയാണ് വരിക? ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മെജോറിറ്റി എവിടെ വരിക? ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. കാരണം ടു ബൈ ഫിക്സഡ് അസറ്റ് അല്ലേ, ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിലാണ് വരിക. എക്സ്ക്ലൂഡിങ് എന്താണ്? ഡിപ്രീസിയേഷൻ ഇല്ലാതെ എന്താണ് നമ്മൾ പറയുന്നത്. സോ ബാലൻസ് ഷീറ്റിലാണ് ഇത് എഴുതുക. അതിനകത്ത് എന്തില്ല? ഡിപ്രീസിയേഷൻ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് എടുക്കുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഡിപ്രീസിയേഷൻ ഇല്ലാതെയാണ് എഴുതുന്നത്, എക്സ്ക്ലൂഡിങ് ഡിപ്രീസിയേഷൻ. അതുപോലെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡും ഒക്കെ എന്താണ് ഇല്ലാതെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ
ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ നാച്ചറും ക്യാപിറ്റൽ നാച്ചറും നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് അഡ്വർടൈസ്മെന്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ പരസ്യമാണ്. ഒരു 10 കോടി മുടക്കിയിട്ട് ഷാരൂഖ് ഖാനെ വെച്ചിട്ട് ഞാനൊരു പരസ്യം ചെയ്തു. SATC ഓൺലൈൻ ട്യൂഷൻ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരൂഖ് ഖാനെ വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തു. 10 കോടിയാണെന്ന് എനിക്കറിയില്ല. ഈ 10 കോടി എനിക്ക് ഒരു മാസം കൊണ്ട് തിരിച്ചു കിട്ടുമോ? നോ. എൻ്റെ ചോദ്യം ഇതാണ്, വെദർ ഇറ്റ് ഈസ് റവന്യൂ ഓർ ക്യാപിറ്റൽ. ഇത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് കറണ്ട് ഇയറിൽ കിട്ടുന്നില്ല, മോർ ദാൻ 1 ഇയർ ആണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ അല്ലേ? എന്നാ അല്ല. ദിസ് ഈസ് റവന്യൂ നാച്ചർ. വൈ? ഇറ്റ് ഈസ് ഹെവി ആണ്, ഹെവി എക്സ്പെൻസ് ആണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണ് മോർ ദാൻ 1 ഇയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. മോർ ദാൻ 1 ഇയർ കൊണ്ടാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ളെങ്കിലും എല്ലാ വർഷവും കുറേശ്ശെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരം എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ വേറൊരു പേരിട്ടാണ് വിളിക്കുക, ഡിഫേർഡ് റവന്യൂ. ക്ലിയർ? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അല്ല എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഫിക്സഡ് അസറ്റ് ഒന്നും വാങ്ങിക്കണില്ല. ഇതൊരു എക്സ്പെൻസ് ആണ്. നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒരു എക്സ്പെൻസ് ആണ്. ബട്ട് അതെന്താണ് റവന്യൂ എക്സ്പെൻസ് ആണ്. പക്ഷെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബിക്കോസ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ഈസ് എന്താണ് ഗെറ്റിംഗ് ഫ്രം മോർ ദാൻ 1 ഇയർ. ഒരു വസ്തുവിന് ഒരു എക്സ്പെൻസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സോ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു വൈഡർ ടേം ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്മോൾ ടേം ആണ്. മനസ്സിലായോ? ഇപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മളെല്ലാം ചേർത്താണ് പറയണമെങ്കിലും സാലറി അതിനകത്ത് ഒരു ചെറിയ ഒരു എക്സ്പെൻസ് ആണ്, റെന്റ് വേറൊരു എക്സ്പെൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ എക്സ്പെൻഡിച്ചർ ഒരു വൈഡർ ടേം ആണ്, എക്സ്പെൻസ് ഒരു സ്മോൾ. ഇപ്പോൾ നിങ്ങളൊരു ബൈക്ക് വാങ്ങിച്ചു, അതൊരു എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ ആ ബൈക്ക് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്രോൾ അടിക്കണം, അത് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് നോക്കാം റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു 10,000 50,000 ബോട്ട് എ ഫർണിച്ചർ ഫോർ 50,000. 50,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. ഫർണിച്ചർ ഈ ഫർണിച്ചറിന് എന്താണ് അതിൻ്റെ വാല്യൂ എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 10,000 ആണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ പെർ ഇയർ എന്ന് വിചാരിക്കുക. അപ്പോൾ 10,000 ഡിപ്രീസിയേഷൻ മീൻസ് എന്താണ് അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10,000 ഡിപ്രീസിയേഷൻ പെർ ഇയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ചാർജ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ 10,000 എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അതെന്താണ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എല്ലാ വർഷവും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അത് എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്ത് കളയും. ബാക്കിയുള്ള എമൗണ്ട് സപ്പോസ് ഇഫ് ദിസ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദിസ് ഈസ് ബാലൻസ് ഷീറ്റ്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ താഴെ നമ്മൾ ഈ 10,000 കാണിക്കുക എവറി ഇയർ. അപ്പോൾ അതേ സമയം തന്നെ നമ്മളിവിടെ ഫർണിച്ചർ എന്നുള്ളത് 50,000 കാണിച്ചിട്ട് ബാലൻസ് ഷീറ്റിൽ ലെസ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂ ആയിട്ടുള്ള 40,000 ആണ് നമ്മൾ എന്ത് ചെയ്യുക എഴുതുക. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞു. ഇനി നമുക്ക് റെസീപ്റ്റ്സിലേക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ചെലവുകളാണ് കഴിഞ്ഞത്. ഒരു സൈഡ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിന് ചെലവുകൾ മാത്രമല്ല വരുമാനം വേണ്ടേ, തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും കിട്ടണ്ടേ, എന്നല്ലേ നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മെയിൻ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെസീപ്റ്റ്സ് ആണ്. എന്താണ് റെസീപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ മണി. ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ മണി. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയും ബിസിനസ് ചെയ്യുന്ന ആളുകൾ വേറൊരു വ്യക്തിയുമാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഞാൻ ചെയ്താലും ആര് ചെയ്താലും
അയാളും ബിസിനസ്സും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് പൈസ വാങ്ങിച്ച ഓണർക്ക് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. വെറുതെ തിരിച്ചു കൊടുത്താൽ പോരാ, പ്രോഫിറ്റും കൊടുക്കണം, ആ മുടക്കിയ പൈസക്കുള്ള റിട്ടേൺ ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കണം. സോ ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ മണി. ഇറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. obligation to return the money. We call it as capital receipt. അതാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് 10 ലക്ഷം മുടക്കി, എ എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും 10 ലക്ഷം വെച്ച് മുടക്കി. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം, ലാഭം കിട്ടി അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കണം. അതിലൊരാൾ ബി പിരിഞ്ഞ് പോവുകയാണെങ്കിൽ അയാളുടെ ക്യാപിറ്റലും കൊടുക്കണം, റിട്ടേണും കൊടുക്കണം. അത്രയും വർഷത്തെ അയാൾ മുടക്കിയ പൈസയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും തിരിച്ചു കൊടുക്കണം. സോ ദിസ് ഈസ് ദ ഒബ്ലിഗേഷൻ, ബാധ്യതയാണ് എന്താണ്, ടു റിട്ടേൺ ദ മണി. ദാറ്റ് ഈസ് നോൺ ആസ് റെസീപ്റ്റ്സ്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. എക്സാമ്പിൾ ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇതൊക്കെ എന്താണ്, എക്സാമ്പിളാണ്. ലോൺ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്, ഔട്ട്സൈഡേഴ്സിനാണ്, പുറത്തുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്ത് ചെയ്യണം, ലോൺ തിരിച്ചു കൊടുക്കുക. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിനാണ് തിരിച്ചു കൊടുക്കുക. ബാങ്ക് പുറത്തുള്ളൊരു വ്യക്തിയാണ്, പേഴ്സണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആരാണോ ബിസിനസ്സിലേക്ക് പൈസ മുടക്കുന്നത് അയാളാണ് ഓണർ, അയാൾ മുടക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മറ്റൊരു പേര് ഇക്വിറ്റി എന്ന് നമ്മളതിനെ പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ റെസിപ്റ്റ്, ഇതാണ് ഒന്നാമത്തെ റെസിപ്റ്റ്. രണ്ടാമത്തെ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. എന്താണ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മെഷീനറി ഉണ്ടായിരുന്നു, നമുക്ക് സ്വന്തമായിട്ടുള്ള മെഷീനറിയാണ്. മെഷീനറി നമ്മൾ വിറ്റു, ബിസിനസ് കൂട്ടി പോവുകയാണ്, അപ്പോൾ വിറ്റു, അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടി. ആ പൈസ എന്താണ്, നമ്മുടെ റെസിപ്റ്റാണ്. എന്ത് റെസിപ്റ്റാണ്? ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ പുറത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എന്താണ് ഓണർക്കോ നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വിറ്റ് കിട്ടുന്ന പൈസയും ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുക. ഓക്കെ, ദെൻ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്. റവന്യൂ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ ഡസ് നോട്ട് ഇൻക്വയർ എനി റിട്ടേൺ. നമ്മൾ ആർക്കൊന്നും കൊടുക്കണ്ട, മനസ്സിലായോ? അതാണ് എന്ത്, ഒബ്ലിഗേഷൻ ഇൻക്ലൂഡ്സ് ഡസ് നോട്ട് ഇൻക്വയർ, ഒബ്ലിഗേഷൻ ഡസ് നോട്ട് ഇൻക്വയർ എനി റിട്ടേൺ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സെയിൽ നടത്തി, ഒരു പൈസ കിട്ടി, അത് അപ്പം തന്നെ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഒബ്ലിഗേഷനും ഇല്ല. അത് നമ്മുടെ ബിസിനസ്സിൽ വെച്ചു, ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വീതം ചെയ്യുക, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കൊടുക്കണ്ട. മനസ്സിലായോ? അപ്പോൾ ദാറ്റ് ആർ നോൺ ആസ് റവന്യൂ റെസിപ്റ്റ്സ്. നമ്മൾ ഒരു 100 രൂപയുടെ സാധനം വിറ്റപ്പോൾ 150 രൂപയ്ക്ക് വിറ്റു. 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച സാധനം 150 രൂപയ്ക്ക് വിറ്റു, കസ്റ്റമർക്ക് 150 രൂപ നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ റവന്യൂ. ക്ലിയർ? ആ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് അപ്പം തന്നെ ആർക്കും പങ്കിട്ടൊന്നും കൊടുക്കണ്ട, ടോട്ടൽ എമൗണ്ട്. അതാണ് എന്ത്, ഒബ്ലിഗേഷൻ ഡസ് നോട്ട് ഇൻക്വയർ എനി റിട്ടേൺ. തിരിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിക്കാത്ത പൈസ. മനസ്സിലായോ? കസ്റ്റമറിൽ നിന്ന് നമ്മൾ ആ പൈസ തിരിച്ച് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല. ബിസിനസ്സിന് ആ പൈസ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് എന്ത്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് സെയിൽസ്. എക്സാമ്പിൾ സെയിൽസ്. മനസ്സിലായോ? എന്നാൽ ബിസിനസ് ഒരു ബാങ്കിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ബിസിനസ് ഒരു 3-4 പേര് ഓണറിൽ നിന്നും പൈസ വാങ്ങിയിട്ട്, അതായത് ക്യാപിറ്റൽ വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്താൽ തിരിച്ചു കൊടുക്കണം. പക്ഷേ സെയിൽസിലൂടെ കിട്ടുന്ന വരുമാനം കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സോ അതാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്, ഒബ്ലിഗേഷൻ ഡസ് നോട്ട് ഇൻക്വയർ എനി റിട്ടേൺ. തിരിച്ചൊന്നും കൊടുക്കണ്ട, അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ല. അത്തരം റെസിപ്റ്റുകളാണ് റവന്യൂ റെസിപ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. സെയിൽസ് നമുക്ക് പറയാം, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ബാങ്ക്. അത് ബാങ്കിന് തിരിച്ചു കൊടുക്കണോ? ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Just to discuss a problem. Suppose the revenue
റവന്യൂ എന്ന് പറയുന്നത് 10 lakh. 10 ലക്ഷം രൂപ നമുക്ക് ടോട്ടൽ റവന്യൂ ഉണ്ട്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് 8 lakh. The difference is known as profit. Okay, the difference എത്ര കിട്ടും നമുക്ക് 2 lakh. So this is our profit. So നമ്മുടെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് 2 കേസസ് ആണ് വേണം. ഒന്നാമത്തെ കേസ് 1. ഒന്നാമത്തെ കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 20,000 റിപ്പയറിംഗ് ചാർജസ് നോട്ട് ടേക്കൺ. നമ്മൾ മെഷീൻ വാങ്ങിച്ച സമയത്ത് ആ മെഷീൻ കംപ്ലൈൻ്റ് ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ച് നന്നാക്കിച്ചു. 20,000 രൂപ അത് റിപ്പയർ ചെയ്യാനായിട്ട് ആയി. പക്ഷേ അതൊന്നും എടുക്കാണ്ടാണ് ഈ കണക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എവിടെയാണ് തെറ്റ്? എക്സ്പെൻഡിച്ചറിൽ 8 ലക്ഷം പോരാ, ഒരു 20,000 കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ദിസ് ബിക്കം 8,20,000. നൗ ദ പ്രോഫിറ്റ് എന്താണ് സംഭവിച്ചു? പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്തു അല്ലേ? പ്രോഫിറ്റ് എത്രയായി മാറി? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റ് ഈസ് റെഡ്യൂസ്ഡ്. പ്രോഫിറ്റ് റെഡ്യൂസ്ഡ് ആസ് 1,80,000. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ കറക്റ്റ്ലി, ഈ എക്സ്പെൻസ് 20,000 രൂപ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ വാട്ട് ഹാപ്പൻ? പ്രോഫിറ്റ് കൂടുതലായിട്ട് നമ്മൾ കാണിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ്? റവന്യൂ. അങ്ങനെ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിച്ചുള്ള കുഴപ്പം എന്താണ്? കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും. മനസ്സിലായോ? അത് മുഴുവൻ പങ്കിട്ട് കൊടുക്കും ഓണേഴ്സിന്. പിന്നെയാണ് മനസ്സിലായത് 20,000 രൂപ എന്താണ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അത് എവിടെ നിന്ന് നമ്മൾ എടുക്കും? ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഓവർ പ്രോഫിറ്റ് വരും. അത് നമുക്ക് ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് പ്രശ്നമാണ്. ഓക്കെ, ഇനി ഒരു കേസ് 2 വരെയാണ്. കേസ് 2 നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫർണിച്ചർ അസറ്റാണ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതൊരിക്കലും നമ്മൾ എവിടെ വരാൻ പാടില്ല? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ കാണിച്ചാൽ പ്രോഫിറ്റ് കുറയും. മനസ്സിലായോ? ക്ലിയർ ആണോ? സോ ദിസ് ഈസ് നോൺ ആസ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ്? പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇതും കൂടി എക്സ്പെൻസ് ആയിട്ട് എടുത്താൽ, ഫർണിച്ചർ വാങ്ങിച്ച പൈസയും കൂടി നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ ലാഭം തീരെ കുറയും. മനസ്സിലായോ? അപ്പോൾ ആ കണക്ക് തെറ്റാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെൻസ് മെയ്ഡ് ഫോർ അക്യൂറിങ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന പൈസയാണ്. അതിൻ്റെ ബെനിഫിറ്റ് അപ്പം തന്നെ കിട്ടില്ല. അതൊരിക്കലും നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോർമൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെസൺ. നമ്മൾ ഇനി നെക്സ്റ്റ് ലെസണിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഹെഡിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പഠിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കും. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം ഇവിടെ ബോക്സ് ആയിട്ട് വരുന്നുണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ സീരീസ് നിങ്ങൾക്ക് നമ്മുടെ ന്യൂ ആപ്പിൽ ലഭ്യമാണ്. ആ ആപ്പിൻ്റെ ലിങ്കിനായിട്ട് നിങ്ങളിവിടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആപ്പ് 2020 നമ്മുടെ ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോസും അതിനകത്ത് കണ്ടു പഠിക്കാവുന്നതാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.